വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു PYQ ഡിസ്കഷൻ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത പാർട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഇംഗ്ലീഷ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. അതിൻ്റെ പാർട്ട് 5 ആണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ക്വസ്റ്റിനകത്തോട്ട് നമ്മൾ പോവുകയാണ്. ദിവ്യ ഡാഷ് ചൈനീസ് ഫുഡ് ബട്ട് ടോം ഡാഷ്. ഓപ്ഷൻ എ ഹാവ് ഈറ്റൺ ഹാസിൻഡ്. ഓപ്ഷൻ ബി ഹാവ് എയ്റ്റ് ഹാസിൻഡ്. ഓപ്ഷൻ സി ഹാസ് എയ്റ്റ് ഹാസിൻഡ്. ഓപ്ഷൻ ഡി ഹാസ് ഈറ്റൻ ഹാസിൻഡ്. ആൻസർ ഏതെന്ന് നോക്കിയാൽ ഹാസ് ഈറ്റൻ ഹാസിൻഡ് ആണ്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നോക്കൂ, ഓക്സിലറി വെർബുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. 24 ഓക്സിലറി വെർബുകളുണ്ട്. ഓക്സിലറി വെർബിനെ രണ്ടായി തരംതിരിക്കുന്നു. മെയിനായിട്ട് പ്രൈമറി ഓക്സിലറീസ് ആൻഡ് മൊഡാൽ ഓക്സിലറീസ്. അതിൽ പ്രൈമറി ഓക്സിലറീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡസ്, ഡു, ഡിഡ്. ഇത്രയുമാണ് പ്രൈമറി ഓക്സിലറീസ്. മൊഡാൽ ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ വിൽ, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, നീഡ്, ഡെയർ, യൂസ്ഡ് ടു. ഇത്രയുമാണ് മൊഡാൽ ഓക്സിലറീസ്. അപ്പോൾ ഈ പ്രൈമറി ഓക്സിലറീസിൻ്റെ പ്രയോഗങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ടെൻസിനകത്ത് ഹാസും ഹാവും ഈസും വാസും ഒക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കോൺകോഡിനകത്ത് ഉപയോഗിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ഈ പ്രൈമറി ഓക്സിലറീസിനെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് മൊഡാൽ ഓക്സിലറീസിൻ്റെ പ്രയോഗമാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഹാസ്, ഈറ്റൻ, ഹാസിൻഡ് എന്ന ആൻസറിലോട്ട് പോയി. നോക്കുക, ഇവിടെ ദിവ്യ എന്ന് പറയുന്നത് ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ദിവ്യ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ എന്തേ എഴുതത്തുള്ളൂ? സിംഗുലർ വെർബേ എഴുതത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എയിൽ ഹാവ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ഹാവ് ഉണ്ട്. രണ്ടിടത്തും ഹാവ് ഉള്ളത് കൊണ്ട് അത് പ്ലൂറൽ ആണ്. ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്. ഹാവ് ഉള്ള ആൻസർ നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ആൻസർ സിയോ ഡിയോ ആവാം. അപ്പോൾ നമുക്ക് നോക്കാം, ദിവ്യ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് എഴുതി. ആ ഹാസിന് ശേഷം ഹാസും ഹാവും ഹാഡും വന്നാൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി മെയിൻ വെർബ് ഹാസും ഹാവും ഹാഡും വന്നാൽ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും V3 ആയിരിക്കും. ഹാസും ഹാവും ഹാഡും വന്നാൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് V3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഏതാണ് V3? ഈറ്റൺ ആണ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ എന്നാണ് കേട്ടോ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ ആണ് V1, V2, V3 ഫോംസ്. അപ്പോൾ നോക്കുക, ദിവ്യ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള ഹാസ് എഴുതി. ഹാസും ഹാവും ഹാഡും വന്നാൽ അതിനുശേഷം വെർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കുക. ഇവിടെ V3 ആയിട്ട് കിടക്കുന്നത് ഈറ്റൺ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെക്കൻഡ് ഡാഷിൽ നമുക്ക് കുഴപ്പമില്ല, അവിടെ എല്ലാം എന്ത് തന്നെയാണ്? ഹാസിൻ്റെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് പ്രൈമറി ഓക്സിലറീസിൻ്റെ പ്രയോഗമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. ശ്രദ്ധിക്കുക, വെൻ വി വെയർ യങ് we dash play most of the time. Option A should, option B must, option C might, option D could. ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? നോക്കുക, when we were young, ആൻസർ ഇവിടെ could ആണ് കേട്ടോ. when we were young we dash play most of the time. നമ്മൾ യങ് ആയിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം കളിക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം കളിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതെന്താകുന്നു? അത് ഒരു എബിലിറ്റി ആകുന്നു. ഇത് എപ്പോഴുള്ള എബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്? വെൻ വി വെയർ യങ് എന്നാണ്. നമ്മൾ യങ് ആയിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളിക്കുവാൻ കഴിയുമായിരുന്നു.
യങ് അപ്പോൾ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? പാസ്റ്റിലുള്ള ഒരു എബിലിറ്റിയാണ്, പാസ്റ്റിലുള്ള ഒരു കഴിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ പാസ്റ്റ് എബിലിറ്റി സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് കുഡ് ആണ്. പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ കുഡ് ആണ് ഉപയോഗിക്കുക. പണ്ടുണ്ടായിരുന്ന ഒരു കഴിവിനെ സൂചിപ്പിക്കുവാൻ കുഡ് ആണ് ഉപയോഗിക്കുക. ഇങ്ങനെ പഠിക്കുന്നത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് കണക്ട് ചെയ്ത് നമ്മൾ റൂള് പഠിക്കുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പം നോക്കുക, നമ്മൾ യങ്ങായിരുന്നപ്പോൾ ഒരുപാട് സമയം കളിക്കുവാൻ കഴിയുമായിരുന്നു. ഒരുപാട് സമയം കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. ഇത് എപ്പോഴുള്ള കഴിവാണ്? യങ്ങായിരുന്നപ്പോൾ, നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ യങ്ങായിരുന്നപ്പോൾ എന്നെടുത്ത് പറയുന്നുണ്ട്. പാസ്റ്റിലെ എബിലിറ്റിയാണ്. പാസ്റ്റ് എബിലിറ്റി സൂചിപ്പിക്കുവാൻ കുഡ് ഉപയോഗിക്കുന്നു. നോക്കാം. ഡാഷ് യു ടച്ച് ദ സീലിംഗ്. ഡാഷ് യു ടച്ച് ദ സീലിംഗ്. ഷോൾ, ക്യാൻ, വിൽ, വുഡ്. അവിടെ ആൻസർ ക്യാൻ യു ടച്ച് ദ സീലിംഗ് എന്നാണ്. നോക്കുക, ക്യാൻ യു ടച്ച് ദ സീലിംഗ്. അപ്പൊ നോക്കേ, നിനക്ക് സീലിംഗിൽ തൊടാൻ കഴിയുമോ? അപ്പോൾ ഈ സീലിംഗിൽ തൊടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കഴിവാണ്, അതൊരു എബിലിറ്റിയാണ്. ഇത് എപ്പോഴുള്ള എബിലിറ്റിയാണ് സൂചിപ്പിക്കുക? പ്രസന്റ് എബിലിറ്റി ആണ്. ഇപ്പൊ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിനക്ക് സീലിംഗിൽ തൊടാൻ കഴിയുമോ? അപ്പോൾ അതൊരു പ്രസന്റ് എബിലിറ്റി ആണ്, ഇപ്പോഴുള്ള എബിലിറ്റി ആണ്. പ്രസന്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ, പ്രസന്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ ക്യാൻ എന്ന മൊഡാൽ ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുക. അപ്പൊ പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ കുഡ് ആണ്, പ്രസന്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ ക്യാൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹി വർക്ക്ഡ് ഹാർഡ് ലെസ്റ്റ് ഹി ഡാഷ് ഫെയിൽ. ഓപ്ഷൻ എ മേ, ഓപ്ഷൻ ബി മൈറ്റ്, ഓപ്ഷൻ സി ഷോൾ, ഓപ്ഷൻ ഡി ഷുഡ്. ഇവിടെ എന്താണ് ആൻസർ? ഷുഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതേ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് തവണ ചോദിച്ചതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ലെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണ്. എങ്ങനെയുള്ള കൺജങ്ഷൻ ആണ്? ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഒരു റിസ്ക് കുറയ്ക്കുക, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ഈ ലെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ലെസ്റ്റ് എന്ന കൺജങ്ഷൻ കണ്ടാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, അതിനുശേഷം എന്തെഴുതിയാൽ മതി? ഷുഡ് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ലെസ്റ്റ് എന്ന കൺജങ്ഷന് ശേഷം ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്, മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഷുഡ് ആണ്. അപ്പൊ നിങ്ങൾ എവിടെ ലെസ്റ്റ് കണ്ടാലും അതിനുശേഷം ഒരു മോഡൽ ഓക്സിലറി വെർബാണ്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മൊഡാൽ ഓക്സിലറി എന്നാണ് കേട്ടോ. അതിനുശേഷം ഒരു മോഡൽ ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അതെല്ലായ്പ്പോഴും എന്ത് തന്നെയാണ്? ഷുഡ് തന്നെ ആയിരിക്കും. Next question. He dash go to school daily in his college days. Option A would, option B should, option C will, option D shall. ഇവിടെ ആൻസർ എന്തായിരിക്കാം? കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കോളേജിൽ പോകുമായിരുന്നു. അപ്പോൾ ഇത് എന്താകുന്നു? ഇത് ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്. ഇത് പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? യൂസ്ഡ് ടു ഉപയോഗിക്കാം, അതേപോലെ വുഡും ഉപയോഗിക്കാം. ഇവിടെ ആൻസർ ഏതാ? വുഡ് ആണ് കേട്ടോ. അപ്പം പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവർത്തികളെ സൂചിപ്പിക്കുവാൻ വുഡും എഴുതാം, അതേപോലെ യൂസ്ഡ് ടുവും എഴുതാം. വുഡും എഴുതാം, യൂസ്ഡ് ടുവും എഴുതാം. നമ്മുടെ ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓപ്ഷൻ ഈ വുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വുഡ് എഴുതാം, ഓപ്ഷൻ ഈ യൂസ്ഡ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് ടു എഴുതാം. അപ്പോൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവർത്തികൾ എന്താണ്? ഹി വുഡ് ഗോ ടു കോളേജ് ഡെയിലി ഇൻ ഹിസ് കോളേജ് ഡേയ്സ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡെയിലി കോളേജിൽ പോകുമായിരുന്നു. അതൊരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആകുന്നു, പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവൃത്തിയാകുന്നു.
അങ്ങനെയുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? വുഡും എഴുതാം, യൂസ്ഡ് ടു എഴുതാം. ഓപ്ഷൻ ഇവിടെ എന്താ ഉള്ളത്? വുഡാണ്. സോ നമ്മുടെ ആൻസർ വുഡ്. നെക്സ്റ്റ്, ഇൻ അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ് വി ഡാഷ് ടു ടേക്ക് ലോങ് വാക്ക്. ഔട്ട് ഉണ്ട്, യൂസ്ഡ് ഉണ്ട്, ഡെയർ ഉണ്ട്, നീഡ് ഉണ്ട്. ആൻസർ എന്തായിരിക്കാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, യൂസ്ഡ് ടു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശ്രദ്ധിക്കുക, ഇൻ അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്, ചൈൽഡ്ഹുഡിൽ വി ഡാഷ് ടു ടേക്ക് ലോങ് വാക്ക്. എന്താണ്? നമ്മൾ ഒരുപാട് നടക്കുവാൻ പോകുമായിരുന്നു. അപ്പോൾ ഒരുപാട് നടക്കുവാൻ പോകുക എന്ന് പറഞ്ഞാൽ അതും എന്താകുന്നു? അതും ഒരു പതിവായി ചെയ്യുന്ന പ്രവൃത്തിയാകുന്നു. ഇത് എപ്പോഴുള്ളതാണ്? പണ്ട് കാലത്ത് പതിവായി, ചൈൽഡ്ഹുഡിലാണ്, ചൈൽഡ്ഹുഡിൽ പതിവായി ചെയ്തിരുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ഇങ്ങനെ പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ യൂസ്ഡ് ടു എഴുതാം, അതേപോലെ വുഡും എഴുതാം. ഓക്കെ, യൂസ്ഡ് ടു എഴുതാം, വുഡും എഴുതാം. നേരത്തെ ക്വസ്റ്റിനകത്ത് ഓപ്ഷനകത്ത് എന്തുണ്ടായിരുന്നു? വുഡ് ഉണ്ടായിരുന്നു, നമ്മൾ വുഡ് എഴുതി. ഈ ക്വസ്റ്റിനകത്ത് യൂസ്ഡ് ഉണ്ട്, അതിന്റെ കൂടെ വരേണ്ട ടു നമ്മുടെ ഓപ്ഷനകത്തുണ്ട്. അപ്പൊ അവിടെ ആൻസർ ഏതാ? യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് എന്ന ഓപ്ഷൻ ബി എന്ന ആൻസർ നമ്മൾ ചൂസ് ചെയ്തു. യു ഡാഷ് ഒബേ യുവർ പേരൻസ്. ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി വുഡ്, ഓപ്ഷൻ സി ഷോൾ, ഓപ്ഷൻ ഡി ഷുഡ്. ഇവിടെ ആൻസർ എന്താകുന്നു? ഷുഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യു ഷുഡ് ഒബേ യുവർ പേരൻസ് എന്നാണ്. ഇതെന്താകുന്നു? ഒരു ഡ്യൂട്ടി ആകുന്നു, ഒബ്ലിഗേഷൻ ആകുന്നു. കടമ, കർത്തവ്യബോധം, ചുമതല ഇവയൊക്കെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഷുഡ് ആണ്. അപ്പൊ നോക്കുക, നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ അനുസരിക്കണം. പേരൻസിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കടമയാണ്, നമ്മുടെ കടമയാണ്. അപ്പോൾ ഒരു കടമ, കർത്തവ്യബോധം, ചുമതല, ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ ഇവ സൂചിപ്പിക്കുവാൻ, ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ, ഡ്യൂട്ടിയും ഒബ്ലിഗേഷനും സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തെഴുതാം? ഷുഡ് എഴുതാം. ഓക്കെ, ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ ഷുഡ് ആണ്. ഓക്കെ, ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ക്യാൻ, ഓപ്ഷൻ സി കുഡ്, ഓപ്ഷൻ ഡി മേ. ഇവിടെ എന്താണ് ആൻസർ? എളുപ്പമാണ്. ഒരുപാട് തവണ നിങ്ങൾ പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടതാണ്. മേ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു സാധ്യതയാണ്, പോസിബിലിറ്റി ആണ്, ചാൻസ് ആണ്. ഒരു പോസിബിലിറ്റി സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? മേ എന്ന മൊഡാൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യാം. പോസിബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഓക്കെ സൂചിപ്പിക്കുവാൻ മേ ഉപയോഗിക്കാം. പോസിബിലിറ്റി അതായത് ചാൻസ് മാത്രമല്ല, വിഷും പ്രയറും സൂചിപ്പിക്കുവാനും മേ എന്ന മൊഡാൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. അത് നമ്മൾ ഉടനെ പഠിക്കും. വെയിറ്റ്, അടുത്ത ക്വസ്റ്റ്യനകത്തുണ്ട്. ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു സാധ്യതയാണ്, അതൊരു ചാൻസ് ആണ്, ഒരു പോസിബിലിറ്റി ആണ്. പോസിബിലിറ്റി സൂചിപ്പിക്കുവാൻ മേ എന്ന മൊഡാൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യാം. ഡാഷ് അവർ കിങ് ലിവ് ലോങ്. ഓപ്ഷൻ എ മേ, ഓപ്ഷൻ ബി മസ്റ്റ്, ഓപ്ഷൻ സി ഷുഡ്, ഓപ്ഷൻ ഡി വുഡ്. നമുക്ക് നോക്കാം എന്താണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മേ അവർ കിങ് ലിവ് ലോങ് എന്നാണ്. ഓക്കെ, നമ്മുടെ രാജാവ് നീണാൽ വാഴട്ടെ. അതെന്താകുന്നു? അതൊരു വിഷ് ആകുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വിഷ്, പ്രയർ. വിഷും പ്രയറും ഒക്കെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? വിഷും പ്രയറും ഒക്കെ സൂചിപ്പിക്കുവാൻ മേ ഉപയോഗിക്കാം. പോസിബിലിറ്റി സൂചിപ്പിക്കുവാൻ മേ ഉപയോഗിക്കാം. പറഞ്ഞ പോയിന്റുകൾ കറക്റ്റായിട്ട് മനസ്സിൽ വേണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ കുഡ് എഴുതുന്നു, പ്രസന്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ ക്യാൻ എഴുതുന്നു, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ പണ്ട് കാലത്ത് പതിവായി ചെയ്തിരുന്ന പ്രവർത്തികളെ സൂചിപ്പിക്കുവാൻ വുഡും എഴുതുന്നു, യൂസ്ഡ് ടും എഴുതുന്നു. അതുപോലെ പോസിബിലിറ്റി, ഒരു ചാൻസ്, പോസിബിലിറ്റി സൂചിപ്പിക്കുവാൻ മേ എഴുതുന്നു. വിഷ് അഥവാ പ്രയർ ഇവ സൂചിപ്പിക്കുവാനും മേ ആണ് എഴുതുക. ലെസ്റ്റ് എന്ന കൺജങ്ഷന് ശേഷം ഷുഡ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇതേപോലെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം. ടേക്ക് ആൻ അംബ്രല്ല ലെസ്റ്റ് ഇറ്റ് ഡാഷ് റെയിൻ.
ഓപ്ഷൻ എ മേ, ഓപ്ഷൻ ബി വിൽ, ഓപ്ഷൻ സി ഷുഡ്, ഓപ്ഷൻ ഡി ക്യാൻ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ്, ഷുഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ പറഞ്ഞു ലെസ്റ്റ് എന്ന കൺജങ്ഷൻ വന്നാൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട മൊഡാൽ ഓക്സിലറി ഷുഡ് ആണ്. സോ ഇവിടെ ആൻസർ ഷുഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വീണ ആൻഡ് രാജി ആർ ഡാഷ് ഓൺലി സാലഡ്സ് ബിക്കോസ് വെജിറ്റേറിയൻസ് ഡോൺ ഡാഷ് മീറ്റ്. ഓപ്ഷൻ എ ഈറ്റ് കോമ ഈറ്റ്, ഓപ്ഷൻ ബി ഈറ്റിംഗ് കോമ ഈറ്റിംഗ്, ഓപ്ഷൻ സി ഈറ്റ് കോമ ഈറ്റിംഗ്, ഓപ്ഷൻ ഡി ഈറ്റിംഗ് കോമ ഈറ്റ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഈറ്റിംഗ് കോമ ഈറ്റ് ആണ്. നോക്കുക, വീണ ആൻഡ് രാജി ആർ. അപ്പോൾ വീണ രാജി രണ്ട് സബ്ജക്റ്റുകളുണ്ട്, ആറുണ്ട്, സബ്ജക്റ്റിന് ശേഷം 6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സബ്ജക്റ്റുകൾ വീണയും രാജിയുമാണ്. സബ്ജക്റ്റ് ഇവിടെ പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബും ഇവിടെ ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ ആൻഡ് രാജി ആർ. അപ്പം ഈസോ റാമോ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുക. ഇവിടെ ഏതെഴുതി? ഈറ്റിംഗ് എന്നെഴുതി. വീണ ആൻഡ് രാജി ആർ ഈറ്റിംഗ് ഓൺലി സാലഡ്സ് ബിക്കോസ് വെജിറ്റേറിയൻസ് ഡോൺ ഡാഷ് മീറ്റ്. അവിടെ എന്ത് എഴുതും? ഈ ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണ്. ഈസോ ആമോ ആറും ഒക്കെ വന്നു, സബ്ജക്റ്റ് പ്ലൂറലാണ്, അപ്പോൾ ഓക്സിലറി വെർബും പ്ലൂറലായിട്ട് ആർ ഉപയോഗിച്ചു. ശേഷം വരുന്ന വെർബ് ING ഫോമിലായിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഈസോ റാമോ ആർ പ്ലസ് ING എഴുതി. അവിടെ ഈറ്റിംഗ് എന്ന വെർബ് നമ്മൾ എഴുതി, 6 വന്നതുകൊണ്ട്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈറ്റ് എന്ന V1 ഫോം എഴുതിയത്? ശ്രദ്ധിക്കുക, പ്രൈമറി ഓക്സിലറീസിലെ ഡസ്, ഡു, ഡിഡ് ഇവ വന്നാൽ, നോക്കുക, ഡസ്, ഡു, ഡിഡ് ഇവ വന്നാൽ അതിനുശേഷം എഴുതേണ്ടുന്ന വെർബ് എന്ന് പറയുന്നത് V1 ഫോം, അതായത് ബേസ് ഫോം തന്നെ ആയിരിക്കണം കേട്ടോ. ബേസ് ഫോം ഓഫ് ദ വെർബ്, ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. ഡസും ഡൂവും ഡിഡും വന്നാൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസ് ഫോം. അതിനുശേഷം ഉപയോഗിക്കേണ്ട മോഡൽ ഓക്സിലറി വെർബ് അല്ല, അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് ഏതായിരിക്കും? ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. ഡസും ഡൂവും ഡിഡും വന്നാൽ അതിനുശേഷം ബേസ് ഫോമാണ് എഴുതുക. ഈറ്റ് ആണ് ബേസ് ഫോം കേട്ടോ. SO ഒന്നും ചേർക്കാത്ത ഫോം, ING ഒന്നും ചേർക്കാത്ത ഫോം. അപ്പോൾ ഈറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വീണ ആൻഡ് രാജി ആർ ഈറ്റിംഗ് ഓൺലി സാലഡ്സ് ബിക്കോസ് വെജിറ്റേറിയൻസ് ഡോണ്ട് ഈറ്റ് മീറ്റ് എന്നാണ്. റൂളുകൾ മാത്രം ഇങ്ങനെ പ്രത്യേകം എഴുതി വെക്കണം ഞാൻ പറയുന്നത്. ദീപു ഡിഡിൻറ്റ് ഡാഷ് അറ്റ് അവർ ലാസ്റ്റ് നൈറ്റ്. ഓപ്ഷൻ എ കംസ്, ഓപ്ഷൻ ബി കെയിം, ഓപ്ഷൻ സി കം, ഓപ്ഷൻ ഡി കമ്മിങ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? കം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? നോക്കുക, ദീപു ഡിഡിൻറ്റ്, അപ്പോൾ അവിടെ എന്താ കണ്ടത്? ഡിഡ് ആണ് കണ്ടത്. ഡസും ഡൂവും ഡിഡും വന്നാൽ, ഡസും ഡൂവും ഡിഡും വന്നാൽ അതിനൊക്കെ ശേഷം ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്, അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 ആയിരിക്കും. അപ്പോൾ ഏതാ V1? കം ആണ് V1. അപ്പോൾ ഡസ്, ഡു, ഡിഡ് ഇവയ്ക്ക് ശേഷം V1 ആണ് ഉപയോഗിക്കുക. ബേസ് ഫോം V1 എന്ന് പറയുമ്പോൾ എന്താ? ബേസ് ഫോം, ബേസ് ഫോം ഓഫ് ദ വെർബ്, ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുക. ഇവിടെ ഏതെഴുതി? കം എന്ന ബേസ് ഫോം നമ്മൾ യൂസ് ചെയ്തു. ദീപു ഡിഡിൻറ്റ് കം അറ്റ് അവർ ലാസ്റ്റ് നൈറ്റ് എന്ന് എഴുതി. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ്. ഓപ്ഷൻ എ ടേക്സ്, ഓപ്ഷൻ ബി വിൽ ടേക്ക്, ഓപ്ഷൻ സി ടേക്ക്, ഓപ്ഷൻ ഡി ടുക്ക്. ഏതായിരിക്കും എഴുതുക? ഇവിടെ ക്യാൻ വന്നു. ക്യാൻ എന്ന് പറയുന്നത് ഈ മോഡൽ ഓക്സിലറി വെർബുകളിൽ മിക്ക ഉള്ളത് വന്നാലും, അതായത് വില്ല്, ഷാള്, ക്യാന്, മേയ അങ്ങനെയൊക്കെയുള്ള മോഡൽ ഓക്സിലറി വെർബുകളൊക്കെ വന്നാൽ അതിനുശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? ബേസ് ഫോം ആയിരിക്കണം കേട്ടോ. അപ്പോൾ വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വെർബുകൾ, മൊഡാൽ ഓക്സിലറീസിനൊക്കെ ശേഷം ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ബേസ് ഫോം ഏതാ? ടേക്ക് ആണ്. ടേക്ക് ആണ് ആൻസർ. ഈച്ച് ക്യാൻ ടേക്ക് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ് എന്നാണ്
ആൻസർ. ഓക്കെ, അപ്പം ക്യാൻ ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. മൊഡാൽ ഓക്സിലറീസിനൊക്കെ ശേഷം നമുക്ക് എന്തുപയോഗിക്കാം? ബേസ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, വൺ ഓഫ് ദ ഷീപ്പ് ഡാഷ് എ ബെൽ ഓൺ ഇറ്റ്സ് നെക്ക്. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ഹാവിങ്, ഓപ്ഷൻ സി ഹാസ്, ഓപ്ഷൻ ഡി ഹാവ് നോട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാസ് ആണ്. എന്തുകൊണ്ട്? വൺ ഓഫ് ദ ഷീപ്പ്, അപ്പോൾ അവിടെ എന്താ വൺ ഓഫ് ദ എന്ന് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വൺ ഓഫ് വന്നാൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. ഇത് നമ്മൾ കോൺകോഡിൽ പഠിക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കോൺകോഡിലും ടെൻസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രൈമറി ഓക്സിലറീസിൽ നമ്മൾ പഠിക്കേണ്ടത്. അതൊക്കെ നമ്മൾ ആ ടോപ്പിക്കുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നോക്കേ, വൺ ഓഫിന് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ഇവിടെ ഓപ്ഷൻ ഏതാ സിംഗുലർ? ഹാസ് ആണ് സിംഗുലർ. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഹാസ് ആണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ, വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് എന്നാണ് കേട്ടോ. വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദ വന്നു. ഈ ഷീപ്പിൻ്റെ സിംഗുലറും പ്ലൂറലും എന്ത് തന്നെയാണ്? സെയിം ആണ്. ഷീപ്പ് തന്നെയാണ് സിംഗുലറും, ഷീപ്പ് തന്നെയാണ് പ്ലൂറലും. എ ഷീപ്പ് എന്നൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം, എ ഷീപ്പ് എന്നൊക്കെ വരുമ്പോൾ അതെന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ, ഈ ഷീപ്പ് പ്ലൂറലായിട്ടാണ് വന്നിരിക്കുന്നത്. ശേഷം നമുക്ക് സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഓപ്ഷനിൽ ഒരു സിംഗുലർ മാത്രമേ ഉള്ളൂ. ഏതാണ്? ഹാസ് ആണ്. ഹാസ് എഴുതി. നോക്കുക, അതിനൊരു എക്സ്പ്ലനേഷൻ തരികയാണ്. വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്. എന്തൊക്കെയാണ്? വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്. ഇവയൊക്കെ വന്നാൽ അതിനൊക്കെ ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കുക. പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഏതൊക്കെയാ? വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്. ഇവയ്ക്കൊക്കെ ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയ്തർ യു നോർ യുവർ സിസ്റ്റർ ഷുഡ് ഡാഷ് ടു ദം. ഓപ്ഷൻ എ ടോക്സ്, ഓപ്ഷൻ ബി ടോക്ക്ഡ്, ഓപ്ഷൻ സി ടോക്ക്, ഓപ്ഷൻ ഡി ടോക്കിംഗ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ടോക്കാണ്. എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞു, മൊഡാൽ ഓക്സിലറീസിന് ശേഷം ഉപയോഗിക്കേണ്ടത് ബേസ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പോൾ നമ്മൾ എന്തെഴുതും? ടോക്ക് എഴുതും. ഇവിടെ വേറെ റൂളുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. നെയ്തർ നോർ ഒക്കെ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം. അങ്ങനെയൊക്കെ പഠിക്കാറുണ്ട്. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇവയൊക്കെ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഒരു മൊഡാൽ ഓക്സിലറി വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കും. ഇവിടെ ഏതാ ബേസ് ഫോം? ടോക്കാണ്. ടോക്ക് എഴുതി. യു ഡാഷ് ടു പേ യുവർ ഡെബ്റ്റ്സ്. ഓക്കെ, അവിടെ എന്തായിരിക്കും ആൻസർ? ഓട്ടാണോ, ഷുഡാണോ, മസ്റ്റാണോ, ഡെയർ ആണോ? അപ്പോൾ നിങ്ങൾ നോക്കുക, യു ഡാഷ് ടു പേ യുവർ ഡെബ്റ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ്? നിന്റെ കടം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഡ്യൂട്ടി ഒബ്ലിഗേഷൻ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഷുഡും എഴുതാം, അതേപോലെ ought to എഴുതാം കേട്ടോ. ഷുഡും എഴുതാം, ought to എഴുതാം. ഡ്യൂട്ടി ഒബ്ലിഗേഷൻ സൂചിപ്പിക്കുവാൻ ഷുഡ് എഴുതാം. പേരൻസിനെ അനുസരിക്കേണ്ടത് കടമയാണെന്ന് പറഞ്ഞു. അപ്പം കടമ സൂചിപ്പിക്കുവാൻ, കർത്തവ്യബോധം സൂചിപ്പിക്കുവാൻ ഷുഡ് ഉപയോഗിക്കാമെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. അപ്പം കടമ, കർത്തവ്യബോധം, ഡ്യൂട്ടി ഒബ്ലിഗേഷൻ സൂചിപ്പിക്കുവാൻ നമുക്ക് ഷുഡും എഴുതാം, അതേപോലെ ought to, ഷുഡ് എഴുതാം, ought to എഴുതാം കേട്ടോ. ഷുഡ് എഴുതാൻ പറ്റും, ought to എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഷുഡും ഉണ്ട്, ought ഉണ്ട്. ഓക്കെ, പക്ഷേ ഇത് രണ്ട് ഏത് എഴുതും നമ്മൾ? ദാണ്ട് ഈ 2 ഇവിടെ ക്വസ്റ്റിനിൽ കിടപ്പില്ലയോ? അപ്പോൾ ഏതാ?
ought to ആണ്. You ought to pay your debts എന്നാണ്. കടമടയ്ക്കേണ്ടത് നമ്മുടെ കടമയാണ്, നിന്റെ കടമയാണ്, നമ്മളുടെ കടമയാണ്, നിങ്ങളുടെ കടമയാണ് കടമടയ്ക്കുക എന്നുള്ളത്, ഡെപ്റ്റ് അടയ്ക്കുക എന്നുള്ളത്. അപ്പം ഒരു ഡ്യൂട്ടിയാണ്, ഒബ്ലിഗേഷനാണ്, കടമയാണ്, കർത്തവ്യബോധമാണ്. കടമ കർത്തവ്യബോധം സൂചിപ്പിക്കുവാൻ ഷുഡ് എഴുതാം, ought to എഴുതാം. ഓപ്ഷനകത്ത് ഷുഡും ഉണ്ട്, ഓട്ടും ഉണ്ട്. പക്ഷെ ഓട്ടിൻ്റെ കൂടെ വരേണ്ട ടു നമ്മുടെ ഓപ്ഷനകത്തല്ല, ക്വസ്റ്റിനകത്ത് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ എ ആണ്, ought to ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. നെക്സ്റ്റ്, ഇൻ എ ഡെമോക്രസി എവരി വൺ ഡാഷ് ഒബേ ദ ലോസ് ഓഫ് ദ കൺട്രി. എന്താ, ഒരു ജനാധിപത്യ രാജ്യത്ത് ആ രാജ്യത്തെ ആൾക്കാർ എന്താണ്, അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണം. നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, കർത്തവ്യബോധമാണ്, ഒരു ഡ്യൂട്ടിയാണ്, ഒബ്ലിഗേഷനാണ്. ക്യാൻ ഉണ്ട്, വില്ലുണ്ട്, മേ ഉണ്ട്, ought ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ, കടമ, കർത്തവ്യബോധം സൂചിപ്പിക്കുവാൻ ought ആണ് യൂസ് ചെയ്യുക. ഓക്കെ ആണോ? ഇൻ എ ഡെമോക്രസി എവരി വൺ ought to obey the laws of the country എന്നാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതോട് പോകാം. ഐ ഡാഷ് റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് യങ്. ഓപ്ഷൻ എ മേ, ഓപ്ഷൻ ബി വിൽ, ഓപ്ഷൻ സി കുഡ്, ഓപ്ഷൻ ഡി മൈറ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കുഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്, ഐ കുഡ് റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് യങ് എന്നാണ്. എന്താണ്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അല്ലെ യങ് ആയിരുന്നപ്പോൾ എനിക്ക് നല്ലപോലെ ഓടാൻ കഴിയുമായിരുന്നു, വളരെ ഫാസ്റ്റായിട്ടൊക്കെ എന്താ ഓടാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഫാസ്റ്റായിട്ട് ഓടാൻ കഴിയുക, വളരെ വേഗത്തിൽ ഓടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. ഇത് എപ്പോഴുള്ള കഴിവാണ്? വെൻ ഐ വാസ് യങ്, ഞാൻ യങ് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കഴിവാണ്. ഇത് എപ്പോഴുള്ള എബിലിറ്റി ആകുന്നു, ഇതൊരു പാസ്റ്റ് എബിലിറ്റി ആകുന്നു. പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ, പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ കുഡ് ഉപയോഗിക്കാം. ഹൗ ഡാഷ് യു ഡിസൊബേ മൈ കമാൻഡ്? ഓപ്ഷൻ എ ക്യാൻ, ഓപ്ഷൻ ബി മേ, ഓപ്ഷൻ സി ഡയർ, ഓപ്ഷൻ ഡി ഷോൾ. ആൻസർ ഹൗ ഡയർ യു എന്നാണ്. നോക്കുക, എങ്ങനെ ധൈര്യം വന്നു നിനക്ക് എൻ്റെ ആജ്ഞയെ അനുസരിക്കാതിരിക്കാൻ എന്നാണ് കേട്ടോ. എൻ്റെ ആജ്ഞയെ അനുസരിക്കാതിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ്. അപ്പോൾ അവിടെ ഒരു ധൈര്യം, വെല്ലുവിളിയൊക്കെയാണ്, ഒരു കമാൻഡ്. ധൈര്യം, വെല്ലുവിളിയൊക്കെ സൂചിപ്പിക്കുവാൻ, ധൈര്യം അഥവാ വെല്ലുവിളി, ധൈര്യം വെല്ലുവിളിയൊക്കെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? ഡയർ ഉപയോഗിക്കാം. ഡയർ ഉപയോഗിക്കാം. ഓക്കെ ആണോ? അപ്പം ധൈര്യം വെല്ലുവിളിയൊക്കെ സൂചിപ്പിക്കുവാൻ നമുക്ക് ഡയർ ഉപയോഗിക്കാം. ക്യാൻ എന്തിനെ സൂചിപ്പിക്കാനാ? ക്യാനും കുഡും ഒക്കെ എബിലിറ്റിയെ സൂചിപ്പിക്കുവാനാണ്. മേ ഒക്കെ എന്താണ്? മേ വിഷ്, പ്രയർ അങ്ങനെയൊക്കെ സൂചിപ്പിക്കുവാനും അല്ലെ ചാൻസ്, പോസിബിലിറ്റി ഒക്കെ സൂചിപ്പിക്കാനാണ് മേ ഉപയോഗിക്കുക. ഷാളൊക്കെ ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ എന്താണ്, ഒരു സെൻറ്റൻസ് തുടക്കത്തിൽ ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസ് ഒക്കെ വരുമ്പോൾ തുടക്കത്തിൽ അനുവാദത്തെ സൂചിപ്പിക്കാനൊക്കെ ഷോൾ ഉപയോഗിക്കും. ഡെയർ മാത്രമാണ് ധൈര്യം വെല്ലുവിളി സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുക. ഓക്കെ, ഡേ അല്ല ഡെയർ. ഓക്കെ, ഡെയർ ആണ്. ഓക്കെ, ധൈര്യം വെല്ലുവിളിയൊക്കെ സൂചിപ്പിക്കുവാൻ ഡയർ ഉപയോഗിക്കാം. അടുത്ത നോക്കുക. അറ്റ് എനി കോസ്റ്റ് വി ഡാഷ് ദ മാച്ച്. ഓപ്ഷൻ എ വിൽ വിൻ, ഓപ്ഷൻ ബി ഷോൾ വിൻ, ഓപ്ഷൻ സി വുഡ് വിൻ, ഓപ്ഷൻ ഡി മേ വിൻ. ഏതായിരിക്കും ആൻസർ? ഇവിടെ വിൽ വിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ വിൽ വിൻ എന്ന ആൻസറിലോട്ട് പോയി? നോക്കുക. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും, വി ഡാഷ് ദ മാച്ച്, നമ്മൾ ആ മാച്ച് വിൻ ചെയ്യും, വിജയിച്ചിരിക്കും. അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്, ഒരു ശക്തമായ ഒരു ദൃഢനിശ്ചയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ ദൃഢനിശ്ചയം, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ സൂചിപ്പിക്കുവാൻ നമുക്ക് ഐയുടെയും വീയുടെയും കൂടെ വില്ല് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഐയുടെയും വീയുടെയും കൂടെ എന്താ ഉപയോഗിക്കുക? ഐയുടെയും വീയുടെയും കൂടെ കോമൺ ആയിട്ട് ഷോളാണ് യൂസ് ചെയ്യുക. എന്നാൽ ഐയും വിയും ഒഴിച്ച്, അതായത് ഫസ്റ്റ് പേഴ്സൺസ് ആണ് ഐയും വിയും, ഫസ്റ്റ് പേഴ്സൺസ് ആണ് ഐയും വിയും. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതെന്താണ്? സെക്കൻഡ് പേഴ്സൺ യു ആണ്.
തേർഡ് പേഴ്സൺസ് എന്താകുന്നു? ഹിയെ, ഷിയെ, ഇറ്റെ, ദേയെ, ഇവയൊക്കെയാണ് തേർഡ് പേഴ്സൺസ്. അപ്പോൾ കോമൺ ആയിട്ട് ഫസ്റ്റ് പേഴ്സൺസ് ആയ ഐയുടെയും വിയുടെയും കൂടെ ഷോളും, സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് അതായത് ബാക്കി എന്തും വന്നാൽ അതിനോടൊപ്പം നമ്മൾ എന്തുമാണ് ഉപയോഗിക്കുക? വില്ലുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺസ് ആയ ഐ, വി എന്നിവയുടെ കൂടെ ഷോളും, സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് ബാക്കി എന്തിൻ്റെയും കൂടെ നമുക്ക് വില്ലും യൂസ് ചെയ്യാം. പക്ഷേ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഒക്കെ വരുമ്പോൾ, ഒരു ഷുവർട്ടിയൊക്കെ സൂചിപ്പിക്കുമ്പോൾ, തറപ്പിച്ചുറപ്പിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഐയുടെയും വിയുടെയും കൂടെ ഷോൾ അല്ല വില്ല് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും, വി ഡാഷ് ദ മാച്ച്, നമ്മൾ ആ മാച്ച് വിൻ ചെയ്തിരിക്കും. അപ്പോൾ അതെന്താകുന്നു? അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആകുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ വരുമ്പോൾ ഐയുടെയും വിയുടെയും കൂടെ നമുക്ക് വില്ല് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഷോൾ വിൻ അല്ല, വി കണ്ടത് കൊണ്ട് ഷോൾ വിൻ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് എഴുതരുത്. സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്, അതുകൊണ്ട് അവിടെ വിൽ വിന്നെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ടേക്ക് കെയർ ലെസ്റ്റ് ബാക്കി ഓപ്ഷനിലാണ്. ഓപ്ഷൻ എ യു ഷോൾ ഫോൾ, ഓപ്ഷൻ ബി യു വിൽ ഫോൾ, ഓപ്ഷൻ സി യു ഷുഡ് ഫോൾ, ഓപ്ഷൻ ഡി യു മേ ഫോൾ. അവിടെ ആൻസർ എന്താ? യു ഷുഡ് ഫോൾ എന്നുള്ളതാണ്. അവിടെ നോക്കുക, എന്ത് വന്നു? ലെസ്റ്റ് വന്നു. ലെസ്റ്റ് എന്ന കൺജങ്ഷൻ വന്നാൽ അതിനുശേഷം നമുക്ക് എന്തുപയോഗിക്കാം? ഷുഡ് ഉപയോഗിക്കാം. കണ്ടോ? അതേ റൂളിൽ നിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നിരവധി ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ അതോട് പോവുകയാണ്. നോക്കുക. യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്ക്, ദ ടീച്ചർ ഓർഡേർഡ്. ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി മസ്റ്റ്, ഓപ്ഷൻ സി ഷോൾ, ഓപ്ഷൻ ഡി മേ. എന്താ? യു മസ്റ്റ് ബ്രിങ് യുവർ നോട്ട് ബുക്ക്, ദ ടീച്ചർ ഓർഡർ. ടീച്ചർ ഓർഡർ ചെയ്യുകയാണ്, നീ നിർബന്ധമായും നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വരിക. അപ്പോൾ എന്താകുന്നു? അത് ഒരു നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? മസ്റ്റ് ഉപയോഗിക്കാം. നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം സൂചിപ്പിക്കുവാൻ മസ്റ്റ് ആണ് ഉപയോഗിക്കുക. യു മസ്റ്റ് ബ്രിങ് യുവർ നോട്ട് ബുക്ക്, ദ ടീച്ചർ ഓർഡേർഡ്. He told me that he dash resign the following month. Option A shall, option B can, option C will, option D would. നിങ്ങൾ എന്തായിരിക്കും അവിടെ എഴുതുക? ഇപ്പം ടോൾഡ് കണ്ടു. ഈ ക്ലോസിൽ ടോൾഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പം ഇവിടെ പാസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പുറത്തെ ക്ലോസിലും നെക്സ്റ്റ് ക്ലോസിലും എന്താ ഉപയോഗിക്കുക? പാസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. ഷോളും ക്യാനും വില്ലും ഓപ്ഷൻസിലുണ്ട്, വുഡും ഓപ്ഷനിലുണ്ട്. ഇവിടെ ഷോളും ക്യാനും വില്ലും അത് മൂന്നും എന്താകുന്നു? അത് മൂന്നും സിംഗുലർ ആകുന്നു. ഇവിടെ പ്ലൂറലായിട്ടുള്ളത് ഏതാണ്? വുഡ് മാത്രമാണ്. പാസ്റ്റ് ആയിട്ടുള്ളത് ഷോളും ക്യാനും വില്ലും എന്താകുന്നു? സിംഗുലർ അല്ലേ? പ്രസന്റ് ആണ് കേട്ടോ. ഓക്കെ, പ്രസന്റ് ആണ്. ഷോളും ക്യാനും വില്ലും പ്രസന്റ് ആണ്. അവിടെ പാസ്റ്റ് ആയിട്ടുള്ളത് ഏതാ? വുഡ് മാത്രമാണ് കേട്ടോ. ഒന്ന് മൈൻഡ് ഔട്ട് ആയതാണ്. ഓക്കെ, ഷാളും ക്യാനും വില്ലും പ്രസന്റ് ആണ്, വുഡ് പാസ്റ്റ് ആണ്. സോ ഇവിടെ ആൻസർ എന്താണ്? വുഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് റിസൈൻ ദ ഫോളോയിങ് മന്ത് എന്നാണ്. നെക്സ്റ്റ്, ഡാഷ് ഐ സിറ്റ് ഹിയർ. എന്തായിരിക്കും? ഡാഷ് ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ. അതൊരു അനുവാദമല്ലേ? ഓക്കെ, ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകൾ ഇങ്ങനെ അനുവാദത്തെ സൂചിപ്പിക്കുമ്പോൾ നമുക്കവിടെ എന്തെഴുതാൻ പറ്റും? വിൽ ഐ സിറ്റ് ഹിയർ ആണോ? മേ ഐ സിറ്റ് ഹിയർ ആണോ? ആം ഐ സിറ്റ് ഹിയർ ആണോ? വാസ് ഐ സിറ്റ് ഹിയർ ആണോ? മേ ഐ സിറ്റ് ഹിയർ എന്ന് നമുക്ക് എഴുതാം. മേ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ. ഒരു അനുവാദം ചോദിക്കുവാനും നമുക്ക് എന്തെഴുതാം? മേ എന്ന ഓക്സിലറി വെർബ് എഴുതാൻ സാധിക്കും. ഓക്കെ ആണോ? മേ ഐ സിറ്റ് ഹിയർ, മേ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ. ഒരു അനുവാദം ചോദിക്കുവാൻ മേ എഴുതാൻ പറ്റും. ഓക്കെ ആണോ? The police dash registered a case. Option A was, option B is, option C have, option D has. ഏതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ദ പോലീസ് ഹാവ് രജിസ്റ്റേർഡ് എ കേസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്?
പോലീസ് എന്ന വേർഡിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് പ്ലൂറൽ വെർബായിരിക്കും. അതും കൂടി പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ, ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ കാണാതെ പഠിക്കും. അടുത്ത പാർട്ട് 6 നമ്മൾ കോൺകോഡാണ് എടുക്കുക കേട്ടോ. അപ്പം ക്യാറ്റിൽ, അപ്പോൾ ഇത് വീണ്ടും പറയും. ക്യാറ്റിൽ, cavalry, clergy, gentry. നോക്കുക, ക്യാറ്റിൽ, കാവൽറി, ക്ലർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ്, പെസൻറ്റ്, പീപ്പിൾ, പോലീസ്, പെസൻറ്റ്, ഫോക്ക്, nobility, mankind, folk, nobility, mankind. ഇവയിൽ എന്ത് വന്നാലും ഇതിനെല്ലാം ശേഷം നമുക്ക് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? ക്യാറ്റിൽ, കാവൽറി, ക്ലർജി, ജെൻട്രി, പീപ്പിൾ, പോലീസ്, പെസൻറ്റ്, ഫോക്ക്, നോബിലിറ്റി, മാൻകൈൻഡ്. ഇവയിൽ എന്ത് വന്നാലും അതിനുശേഷം പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുക. ഇവിടെ പ്ലൂറൽ വെർബായിട്ടുള്ളത് ഏതാ? ഹാവ് ആണ്. സോ നമ്മൾ ഹാവ് എഴുതി. ഓക്കെ ആണോ? ദ പോലീസ് ഹാവ് രജിസ്റ്റേർഡ് എ കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പ്രീവിയസ് ചോദിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് തെറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻറ്റ്സ്. ഓപ്ഷൻ എ ഡസ്, ഓപ്ഷൻ ബി ഡിഡ്, ഓപ്ഷൻ സി ഈസ്, ഓപ്ഷൻ ഡി ആർ. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ റാഷ് ഡ്രൈവിംഗ് എന്ന് ING ഫോം കണ്ടപ്പോൾ കുറേ കുട്ടികളുടെയും മൈൻഡ് എന്താണ്? ആ ഈസിനകത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ല ഈസോ ആറോ ഒക്കെ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ഈസോ, റാമോർ, ആർ പ്ലസ് ING അല്ലേ? ശ്രദ്ധിക്കുക, ഇവിടെ റാഷ് ഡ്രൈവിംഗ് എന്നത് വെർബ് അല്ല. റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ആണ്. റാഷ് ഡ്രൈവിംഗ് എന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. കോസ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. വെർബിന്റെ കൂടെ ING ചേർക്കുമ്പോഴല്ലയോ അതിന് മുമ്പിൽ ഈസും ആമും ആറും ഒക്കെ എഴുതുക. ഇവിടെ വെർബിന്റെ തൊട്ട് മുമ്പിലല്ല ING കിടക്കുന്നത്. ഇത് ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണിത്. ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് ആണിത്. ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് ആയതുകൊണ്ടാണ് ഓക്സിലറി വെർബ് തുടക്കത്തിൽ വന്നത് കേട്ടോ. അപ്പൊ നോക്കുക, റാഷ് ഡ്രൈവിംഗ് എന്നുള്ളത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. അതിനുശേഷം കിടക്കുന്ന കോസ് എന്താകുന്നു? ഇവിടുത്തെ വെർബ് ആകുന്നു. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ് ആ പാറ്റേണിലാണ് കിടക്കുക. അപ്പോൾ നോക്കുക, റാഷ് ഡ്രൈവിംഗ് എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഏത് എഴുതാം? പിന്നെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞുതരാം. റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ്. ഒന്നുകൂടെ കേൾക്കണേ. റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ്. റാഷ് ഡ്രൈവിംഗ് അനേകം ആക്സിഡൻസിന് കാരണമാകും. അതെന്താകുന്നു? അതൊരു പൊതു സത്യമാണ്. അതൊരു ജനറൽ ഫാക്റ്റ് ആണ്. അപ്പോൾ ഈ ജനറൽ ഫാക്റ്റുകൾ പറയുവാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ ജനറൽ ഫാക്റ്റുകളൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്, ഉപയോഗിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ നോക്കുക, സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ ഇങ്ങനെയുള്ള ജനറൽ ഫാക്റ്റുകളൊക്കെ പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റിന്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പ്രസന്റിന്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ സിമ്പിൾ പ്രസന്റിന്റെ സഹായക ക്രിയ ഓക്സിലറി വെർബായിട്ടുള്ളത് ഡസും ഡൂവുമാണ്. സിമ്പിൾ പ്രസന്റിന്റെ ഓക്സിലറി വെർബ് സഹായക്രിയ എന്ന് പറയുന്നത് ഡസും ഡൂവുമാണ്. പാസ്റ്റിന്റെ ആണ് ഡിഡ്. അപ്പൊ ഡസോ ഡൂവേ നമുക്കിവിടെ എഴുതാൻ പറ്റൂ. അവിടെ ഏതാണ് ആൻസർ? ഡസ് ആണ് ആൻസർ കേട്ടോ. ഡസ് ആണ് സിമ്പിൾ പ്രസന്റിന്റെ സഹായക്രിയ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ആദ്യം തൊട്ട് പറഞ്ഞുതരാം. റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ്. അതായത് സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റുമ്പോൾ ഇതിന് എങ്ങനെ കിട്ടും? റാഷ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻസ് എന്ന് കിട്ടും. അതായത് ഇത് ഒരു ജനറൽ ഫാക്റ്റ് ആണ്. റാഷ് ഡ്രൈവിംഗ് അനേകം ആക്സിഡൻസിന് ഇടയാക്കുന്നു. അതൊരു ജനറൽ ഫാക്റ്റ് ആണ്. ഒരു ജനറൽ ഫാക്റ്റ് പറയാൻ
ഒരു പൊതു സത്യം പറയാൻ ഉപയോഗിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ സിമ്പിൾ പ്രസന്റിന്റെ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, V1 ഫോമാണ് അവിടെ വരിക, V1 ആണ് വരിക, ഡിഡ് ഒന്നും വരത്തില്ല. അപ്പം നിങ്ങൾ നോക്കുക, ബാക്കിയൊക്കെ V1 ആണ്, ഡസ് V1 ആണ്, ഈസ് V1 ആണ്, ഡിഡ് V2 ആണ് കേട്ടോ. അപ്പോൾ ഡിഡ് പാസ്റ്റ് ആണ്, അതുകൊണ്ട് അതൊരിക്കലും വരത്തില്ല. ഈസ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, അപ്പുറത്ത് ING ഫോം അല്ലല്ലോ, സബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ട് ഈസ് നമുക്ക് എഴുതാൻ പറ്റില്ല. സിമ്പിൾ പ്രസന്റിന്റെ സഹായക്രിയ എന്ന് പറയുന്നത് ഡസും ഡൂവുമാണ്. ഓക്കെ, ഇവിടെ ഡു ഓപ്ഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് സബ്ജക്റ്റ് റാഷ് ഡ്രൈവിംഗ് സിംഗുലറുമാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഡസ് എഴുതാം. ഓക്കെ, ഡസ് റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ് എന്നാണ്. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് യു മൈൻഡ് കീപ്പിംഗ് സൈലൻസ്? ഓപ്ഷൻ എ കുഡ്, ഓപ്ഷൻ ബി വിൽ, ഓപ്ഷൻ സി ക്യാൻ, ഓപ്ഷൻ ഡി വുഡ്. ഏതാണ് നിങ്ങളുടെ ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വുഡ് ആണ്. അതൊരു യൂസേജ് ആണ്. ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അവിടെ നമുക്ക് ഡാഷ് തരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഇതൊരു യൂസേജ് ആണ്. വുഡ് യു മൈൻഡ്, അതൊരു യൂസേജ് ആണ്. വുഡ് യു മൈൻഡ് എന്ന യൂസേജിന് ശേഷം ഉപയോഗിക്കേണ്ടത് ജെറണ്ട് ആണ്. അങ്ങനെ നമ്മൾ ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവിൽ പഠിക്കും. അപ്പോൾ വുഡ് യു മൈൻഡ് പ്ലസ് ജെറണ്ട്. വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ട് ആണ് ഉപയോഗിക്കുക. എന്താ ജെറണ്ട് എന്ന് പറഞ്ഞാൽ? വെർബ് പ്ലസ് ING. വെർബ് പ്ലസ് ING ആണ് ജെറണ്ട്. അപ്പോൾ വുഡ് യു മൈൻഡ് വന്നാൽ അതിനുശേഷം നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. അപ്പം നോക്കേ, ഇവിടെ വുഡ് ആണ് വരിക. വുഡ് യു മൈൻഡ് അതൊരു യൂസേജ് ആണ്. അപ്പോൾ ഇവിടെ വരേണ്ട മോഡൽ ഓക്സിലറി വെർബ്, ഇവിടെ ആ ഓക്സിലറി ഏതാ? വുഡ് ആണ്. വുഡ് യു മൈൻഡ് കീപ്പിംഗ് സൈലൻസ്. കൂടുതൽ ക്വസ്റ്റ്യനും വുഡ് യു മൈൻഡ് ഡാഷ് സൈലൻസ് എന്നൊക്കെ വരും. അപ്പോൾ വുഡ് യു മൈൻഡ് കണ്ടാൽ നിങ്ങൾ എന്തെഴുതും? കീപ്പിംഗ് എന്നെഴുതും കേട്ടോ. അതായത് വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ജെറണ്ട് ഉപയോഗിക്കുക. ആ ക്വസ്റ്റ്യനിൽ ആപ്റ്റ് ചെയ്താണോ അത് ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ജെറണ്ട് ആണ് ഉപയോഗിക്കുക. ഓക്കെ ആണോ? ഓക്കെ. ഇനി വുഡ് യു മൈൻഡ് മാത്രമല്ല, ഡു യു മൈൻഡ്. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, look forward to, would you mind, do you mind, it is, look forward to, it is no use, it is no use, it is not good, it is not good, look forward to, എഴുതിയല്ലോ. ഓക്കെ, can't imagine, can't bear, can't help, can't help. ഓക്കെ, ഇവയൊക്കെ വന്നാൽ ഇതിനൊക്കെ ശേഷം നമ്മൾ ജെറണ്ട് ആണ് ഉപയോഗിക്കുക കേട്ടോ. അത് ഇൻഫിനിറ്റീവ്, ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ് പഠിക്കുന്നതാണ്. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, കാൺട്ട് ഇമാജിൻ, കാൺട്ട് ബിയർ, കാൺട്ട് ഹെൽപ്പ്, ഇവയ്ക്കൊക്കെ ശേഷം ജെറണ്ട് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് ഡാഷിട്ടാണ്. ഇതേപോലെ ഈ ഓക്സിലറി വെർബ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഡാഷിട്ട് ചോദിച്ചാൽ അവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു യൂസേജിൻ്റെ തുടക്കം ഇങ്ങനെയാണ് വരിക, അവിടെ ഇന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കാമെന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, കം വാട്ട് ഡാഷ് ഐ വിൽ ഡു ഇറ്റ്. ഓപ്ഷൻ എ മേ, ഓപ്ഷൻ ബി മൈറ്റ്, ഓപ്ഷൻ സി ക്യാൻ, ഓപ്ഷൻ ഡി ഈസ്. എന്താണ്? കം വാട്ട് മേ എന്നാണ് കേട്ടോ. അതും ഒരു യൂസേജ് ആണ്. കം വാട്ട് മേ അല്ലെങ്കിൽ വാട്ട് മേ കം, വാട്ട് മേ കം അങ്ങനെയാണ് യൂസേജ്. വാട്ട് മേ കം അല്ലെങ്കിൽ കം വാട്ട് മേ, ഇതൊക്കെ ഒരു യൂസേജ് ആണ്. അപ്പം ഇങ്ങനെ ഒരു യൂസേജ് കണ്ടാൽ ആ യൂസേജിന് ശേഷം നമുക്ക് എന്തുപയോഗിക്കാം? മേ എഴുതാം കേട്ടോ. ആ യൂസേജിന് ശേഷം ഇതൊരു യൂസേജ് ആണ്, അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? മേ ആണ്. കം വാട്ട് മേ ഐ വിൽ ഡു ഇറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കം വാട്ട് മേ ഐ വിൽ ഡു ഇറ്റ് ഇതൊരു യൂസേജ് ആണ്. ഒരു യൂസേജ് വരുമ്പോൾ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം? ഇന്നൊരു യൂസേജ് ആണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട വേർഡ് ഏതാ? അവിടെ മേ ആണ് ഓക്സിലറി വെർബായിട്ട് വരിക കേട്ടോ. കം വാട്ട് മേ അല്ലെങ്കിൽ വാട്ട് മേ കം എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ ആണോ? 29ാമത്തെ ക്വസ്റ്റിനകത്തോട്ട് പോവുകയാണ്. ഡാഷ് യൂസ് യുവർ പെൻ ഫോർ എ മിനിറ്റ് പ്ലീസ്. വുഡ്, കുഡ്, ഷുഡ്, ഷോള്. ഓക്കെ, അവിടെ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഡാഷ് യൂസ് യുവർ പെൻ ഫോർ എ മിനിറ്റ്
പ്ലീസ്. അവിടെ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞാൽ കുഡാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. കുഡ് ഐ യൂസ് യുവർ പെൻ ഫോർ എ മിനിറ്റ് പ്ലീസ് എന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ പ്ലീസ് വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താ പ്ലീസ് വന്നു, ഞാൻ കുറച്ച് നേരത്തേക്ക് പേന ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്ലീസ് ഒക്കെ വരുമ്പോൾ ഒരു അനുവാദമായിട്ട് കരുതി നിങ്ങൾക്ക് എന്താണ് അവിടെ ഷാൾ ഉപയോഗിക്കുക. ഒരു അനുവാദം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്താ ഷോള് യൂസ് ചെയ്യാം. പക്ഷേ ഇത് അനുവാദത്തിലുപരി ഈ സെൻറ്റൻസ് ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് വന്നു, ഈ പ്ലീസ് വന്നത് കൊണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള റിക്വസ്റ്റ് സൂചിപ്പിക്കുവാൻ നമുക്ക് എന്തുപയോഗിക്കാം? റിക്വസ്റ്റ് വന്നതുകൊണ്ട് കുഡ് എഴുതാം. കുഡ് ഐ യൂസ് യുവർ പെൻ ഫോർ എ മിനിറ്റ് പ്ലീസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതൊരു അനുവാദം ആയി കണ്ട് ഷോൾ എഴുതാമായിരുന്നു. ഈ സെൻറ്റൻസ് ഞാൻ കുറച്ച് നേരത്തേക്ക് പേന ഉപയോഗിച്ചോട്ടെ, അനുവാദത്തിലുപരി ഇതൊരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് വന്നതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതി? കുഡ് എഴുതി. കുഡ് ഐ യൂസ് യുവർ പെൻ ഫോർ എ മിനിറ്റ് പ്ലീസ് എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക. ഡാഷ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി? ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി ഷാൾ, ഓപ്ഷൻ സി വുഡ്, ഓപ്ഷൻ ഡി ഷുഡ്. ഇവിടെ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? വുഡ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? വുഡ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി എന്നാണ്. അപ്പോൾ എന്താണ്? കുറച്ച് കോഫി കുടിച്ചാലോ, നമ്മൾ എന്താണ് ഒരു അനുവാദം കൊടുക്കുകയാണ്. കുറച്ച് കോഫി കുടിച്ചാലോ എന്നെന്താണ് അങ്ങോട്ടൊരു അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് കോഫി, ഒരു ഓഫർ കൊടുക്കുകയാണ്. കറക്റ്റ് ടേം അതാണ്, ഒരു ഓഫർ കൊടുക്കുകയാണ്. കുറച്ച് കോഫി കുടിച്ചാലോ ഒരു ഓഫർ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഓഫർ കൊടുക്കാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം കേട്ടോ. വുഡ് ഉപയോഗിക്കാം. ഓഫർ നൽകാൻ നമുക്കൊരു ഓഫർ ഇങ്ങോട്ട് തരാനായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? വില്ല് ഉപയോഗിക്കാൻ പറ്റും. ഇതെന്താണ്? നമ്മൾ അങ്ങോട്ടൊരു ഓഫർ കൊടുക്കുകയാണ്. ടീ കുടിച്ചാലോ അല്ലെ കോഫി കുടിച്ചാലോ, നമുക്ക് കോഫി കുടിച്ചാലോ എന്ന് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഒരു ഓഫർ കൊടുക്കാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് എന്ന മൊഡാൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഓഫർ നൽകുകയാണ്. കുറച്ച് കോഫി കുടിച്ചാലോ ഒരു ഓഫർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡാണ്. അപ്പോൾ നമ്മളൊരു 30 പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്തൂടെ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മൊഡാൽ ഓക്സിലറീസ് എന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റൂളുകളും നമ്മൾ അതുവഴി പഠിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് എന്നൊക്കെ നമ്മളവിടെ പറയുന്നേ ഉള്ളൂ. പക്ഷേ ആ എക്സാമിന് വേണ്ടി ഇപ്പം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് ഗ്രാമറുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മാത്രമല്ല, ഇംഗ്ലീഷ് ഗ്രാമറുള്ള ഏത് പരീക്ഷയ്ക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കേട്ടോ. ഇപ്പം ഈ എക്സാമുകൾ നടക്കുന്നതുകൊണ്ട് അത് ഫോക്കസ് ചെയ്ത് നമ്മൾ തംബ്നെയിൽ കൊടുക്കുന്നതേ ഉള്ളൂ. എല്ലാ പരീക്ഷയ്ക്കും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. സീരീസായിട്ട് ഇപ്പം 5ാമത്തെ സീരീസാണ് ഓരോ ടോപ്പിക്ക് ചെയ്യുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്ത് എടുത്തിട്ട് ബാക്കി എല്ലാം കാണുക. അടുത്ത ടോപ്പിക്ക് നമ്മൾ കോൺകോഡുമായിട്ടായിരിക്കും വരിക. ഓക്കെ, താങ്ക് യു.